നമ്മൾ പഠിച്ച് മറ്റ് കേരളത്തിലെ കൂൺ കർഷകരുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഗ്രൂപ്പായ ഒരു ശ്രമം നടത്തുന്നതാണ്. പുതിയ ന്യൂജൻ ഐഡിയയുമായിട്ട് നിങ്ങളുടെ മഷ്റൂമിൻ്റെ ഒരു ബൈ പ്രോഡക്റ്റ്, അതുപോലെ തന്നെ മഷ്റൂം കൃഷി ചെയ്യുന്ന രീതികൾ, ഫാം സെറ്റ് ചെയ്യുന്ന രീതികൾ ഒക്കെ ഒന്ന് മാറേണ്ട ഒരു സമയത്തിലേക്കുണ്ട്. കാരണം പുതിയ പുതിയ ടെക്നോളജികൾ ലോകത്തുണ്ട്. അതൊക്കെ ഒന്ന് അറിഞ്ഞ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ട്രെയിനിങ്ങുകൾ കൊണ്ട് ഉപകാരം. നമ്മൾ ഇതുവരെ കാണാത്ത കേൾക്കാത്ത ഒരുപാട് കൂണുകളുണ്ട്. അതൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാ കാലാവസ്ഥയിലും ചെയ്യാൻ പറ്റുന്നതും അല്ലാത്തതും ഉണ്ട്. പിന്നെ വിപണനം ചെയ്യാൻ പറ്റുന്നതുണ്ട്, അല്ലാത്തതുണ്ട്. ഷിറ്റാക്കെ മഷ്റൂം, അതുപോലെ ലയൺ മെൻസ്, പാഡിസ്ട്രോ, അങ്ങനെയുള്ള കേരളത്തിൽ ആദ്യത്തെ ഒരു മഷ്റൂം ബേസ് ചെയ്ത പ്രോഡക്റ്റായ മഷ്റൂം കോഫി പൗഡർ നമ്മളാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്. കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ, കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെയൊക്കെയാണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകയിൽ മിനിസ്റ്ററുമായിട്ട് കാണുവാനും നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാനും വളരെ വലിയൊരു അവസരം നമുക്ക് അവിടെ കിട്ടി. ഒരുപാട് സ്റ്റേറ്റിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പരസ്പരം പരിചയപ്പെടാനും അവിടുത്തെ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളും അറിയാനും, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി നല്ലൊരു റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷമീർ എന്നാണ്. കണ്ണൂരാണ് സ്ഥലം. ഒരു മഷ്റൂം ഫാർമറാണ്. കൃഷി അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം. മോസ്റ്റ് മോഡേൺ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി രീതികൾ, അങ്ങനെയുള്ള കർഷകർ ചെയ്യുന്ന കാര്യങ്ങൾ, അവരുടെ ആക്ടിവിറ്റികൾ, മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ഒരു ചാനൽ കേരള അഗ്രിടെക് എന്നുള്ളത്. എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളിലേക്ക് പറഞ്ഞു വരുന്നതിന് മുന്നേ കൂൺ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ 2013 മുതൽ കൂൺ കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും സജീവമായിട്ടുള്ളത് 2016 മുതലാണ് കൂൺ കൃഷി സജീവമായിട്ട് അങ്ങനെ ഇങ്ങോട്ടേക്ക്. ഇപ്പോൾ 2025 നമ്മൾ എത്തി നിൽക്കുന്നത്. ഇതുവരെ മുറിയാതെ ചെയ്തത് 2016 മുതലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കിട്ടിയ അറിവുകളും മറ്റും വളരെ ചെറിയ അറിവുകളായിരിക്കാം നിങ്ങൾ ചെയ്യുന്ന കൂൺ കർഷകർക്കും അല്ലാത്ത ഉപകാരമാകുന്ന നമുക്ക് കർഷകരിൽ നിന്ന് കിട്ടിയ അറിവുകളും മറ്റും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചാനൽ. അപ്പോൾ പറഞ്ഞു വരുന്നത് മഷ്റൂമിനെ കുറിച്ചാണ്. എൻ്റെ മഷ്റൂം ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ 2016 മുതലാണ് സജീവമായിട്ട് മഷ്റൂം കൃഷിയിലേക്ക് വന്നത്. അത് 2016 മുതൽ 19 വരെ ചെയ്തത് ചെറിയ രീതിയിൽ തന്നെയാണ്. അതിനുശേഷം 2019 ഹൈടെക് ഫാം എന്നുള്ള കോൺസെപ്റ്റിൽ വരികയും അത് രീതിയിലേക്ക് ചെയ്തത്. അപ്പോൾ തെലുങ്കേരി വില്ലേജ് മഷ്റൂം എന്നാണ് നമ്മളെ പ്രൊഡക്റ്റിൻ്റെ പേര് വരുന്നത്. അപ്പോൾ 2022 വരെ കുഴപ്പമില്ലാണ്ട് പോയി. അങ്ങനെ കൊറോണ വന്ന സമയത്ത് എല്ലാ ബിസിനസ്സുകളും കുറച്ച് സ്ട്രഗിൾ ചെയ്തില്ലെങ്കിലും എനിക്ക് തോന്നുന്നു കൂൺ കൃഷിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ മാറ്റം വന്നത് കൊറോണ തന്നെയാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഹെൽത്ത് ബെനിഫിറ്റും മറ്റുള്ള ആൾക്കാർ മനസ്സിലാക്കി ഇതിലേക്ക് വന്നതും കഴിക്കാൻ പാകപ്പെട്ട് മനസ്സിൽ വന്നതും ആഫ്റ്റർ കൊറോണ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നിട്ടുണ്ട്. നമ്മളെ ചുറ്റുപാടുകളൊന്ന് കണ്ണോടിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എടുത്തു പറയേണ്ടത് തന്നെ ഈ മഷ്റൂമിൻ്റെ ഉപഭോഗം കൂടിയതാണ്. അതിന് മുന്നേ നമ്മളെ മഷ്റൂമിൻ്റെ ഉപഭോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ നമ്മളെ പോപ്പുലേഷനിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ലോകത്ത് മഷ്റൂം ഉൽപ്പാദിപ്പിക്കുന്നതും അത് കഴിക്കുന്നതും ചൈനയാണ്. അപ്പോൾ പോപ്പുലേഷൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ രണ്ടും ഒരു തുല്യമായിട്ട് നിൽക്കുന്ന രാജ്യമായിട്ട് പോലും ചൈനയെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചൈന എന്ന് പറയുന്നത് 36.2 മെട്രിക് ടണ്ണാണ് മഷ്റൂം ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് ഒരു 1.5 വർഷം മുന്നേ ഉള്ള കണക്കാണ്. അപ്പോൾ അതുവരെ ഉള്ളത് ഇന്ത്യനെ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ പോവുകയാണെങ്കിൽ 0.23 മെട്രിക് ടൺ മാത്രമേ ഇന്ത്യയിലുള്ളൂ. അത് അത്രയും ഒരു വലിയ ഒരു ഡിഫറൻസ് നമുക്ക് ആ രണ്ട് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ട്. ഇതിൽ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നോർത്ത് സൈഡിലാണ്, അവരാണ് കൂടുതലും കഴിക്കുന്നത്. നമ്മൾ മലയാളീസ് ഇങ്ങോട്ടേക്ക് തമിഴ്നാട്, കന്നഡ, കേരള നോക്കുവാണെങ്കിൽ അത്രക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടക പിന്നെയുണ്ട്, മലയാളികൾ അത്ര കഴിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമാണ്. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, നല്ല മാറ്റം വന്നിട്ടുണ്ട്. ആ കൂൺ കൃഷിയിലും വന്നിട്ടുണ്ട്, കൂൺ കർഷകർ കൂടുതൽ വന്നിട്ടുണ്ട്, കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണവും കൂടുതൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൃഷി ചെയ്യുന്നതും കഴിക്കാൻ കിട്ടുന്നതും ബട്ടൺ മഷ്റൂമാണ്. വേൾഡിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. വേൾഡിൻ്റെ ഒരു ടോട്ടൽ മഷ്റൂമിൻ്റെ പെർസെൻറ്റേജ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഉൽപ്പാദനത്തിൻ്റെ പെർസെൻറ്റേജ് എടുക്കുകയാണെങ്കിൽ ശരിക്കും ബട്ടൺ മഷ്റൂം തന്നെയാണ് എന്ന് പറയാം. പക്ഷേ നമ്മൾ കേരളത്തിലേക്ക് വരുവാണെങ്കിൽ അതിന് കൂടുതൽ പ്രിയം നമ്മളെ ഈ ചിപ്പിക്കൂൺ, ഓയിസ്റ്റർ മഷ്റൂം എന്ന് പറയുന്ന വെറൈറ്റിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നാടൻ്റെ ഒരു ടേസ്റ്റ് കിട്ടുന്നതും ഈ പറഞ്ഞ ഒരു വെറൈറ്റി ഈ ചിപ്പിക്കൂൺ തന്നെയാണ്. ചിപ്പിക്കൂണിലും കുറേ വെറൈറ്റികളുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിന് മുന്നേ
ഒരു ജസ്റ്റ് അതിൻ്റെ ബേസിക്കലി നമ്മളെന്താണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളോട് ഇത് പറയാൻ, നിങ്ങളുടെ മുന്നിൽ വരാനുള്ളത് എന്താണെന്നുള്ളത് പറഞ്ഞു വന്നിട്ട് കാര്യങ്ങൾ പറയാമെന്നായിരിക്കുന്നു. എൻ്റെ പേര് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഷമീർ എന്നാണ്. നമ്മൾ കുറച്ച് കർഷകർക്ക് കൃഷിമന്ത്രി ബഹുമാനപ്പെട്ട പ്രസാദ് സാറിൻ്റെ ഒരു ഇടപെടൽ മൂലം നമുക്ക് കുറച്ച് ഇസ്രായേലിലേക്ക് കുറച്ച് കൃഷിക്കാരെ കൃഷിനെ പഠിക്കാൻ വേണ്ടി അയച്ചിരുന്നു. ആ സമയത്ത് തന്നെ മഷ്റൂം കൃഷിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു 6 കർഷകരെ ഹിമാചൽ പ്രദേശിലുള്ള സോളൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ട്രെയിനിങ്ങിന് അയച്ചിരുന്നു. ആ സമയത്ത് ഒരു 8 ദിവസത്തോളം നിൽക്കുന്ന ഒരു ട്രെയിനിങ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ICAR DMR സോളൻ എന്ന് പറയുന്ന ഹിമാചൽ പ്രദേശിലുള്ള ഒരു സ്ഥാപനമാണ്. ഒന്ന് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇന്ത്യയിൽ കൂൺ കൃഷിയെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ഗവേഷണം നടക്കുന്നതും അതിനെക്കുറിച്ച് നിരന്തരം പഠനങ്ങളും ട്രെയിനിങ്ങുകളും മറ്റുമൊക്കെ നടക്കുന്ന ഒരു സ്ഥാപനമാണ് ഞാൻ ഈ പറഞ്ഞത്. നിങ്ങൾക്കും വേണമെങ്കിൽ ട്രെയിനിങ് അവിടെ പങ്കെടുക്കാൻ പറ്റും. ഏകദേശം 25,000 രൂപ എങ്ങാനാന്ന് തോന്നും ഈ പറഞ്ഞ ട്രെയിനിങ്ങൾക്ക് ഉണ്ടാവുക. വളരെ എഫക്റ്റീവായിട്ട് നിങ്ങളത് ഒരു എപ്പെങ്കിലും ഒന്ന് പങ്കെടുക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും ആ ട്രെയിനിങ്ങിന് പങ്കെടുക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ്. ഒരു മഷ്റൂമിനെ ഒരു അഗ്രി ബിസിനസ് ആയിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ, അതായത് മഷ്റൂം ബിസിനസ് ആയിട്ട് ഇതിനൊരു കൃഷി എന്നുള്ളതിൻ്റെ അകത്ത് വിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഉദ്ദേശിക്കുന്ന തരത്തിലേക്കാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടുന്ന് കുറച്ച് കാര്യങ്ങൾ, മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. അപ്പോൾ നമുക്ക് കിട്ടിയ 2 കാര്യങ്ങളാണ്. ഒന്ന് അവിടെയുള്ള ട്രെയിനിങ്, രണ്ടാമത്തത് ഏകദേശം 45ഓളം കൃഷിക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെയിനിങ്ങിന്, 45ഓളം. അപ്പോൾ ആ 45 ആൾക്കാരും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കൃഷിക്കാരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ കുറേ എല്ലാ കൃഷിക്കാർക്കും ഏത് കൃഷി എടുത്തു കഴിഞ്ഞാലും നമുക്ക് അവരുടേതായ കുറേ സംഭാവനകൾ ഉണ്ടാവും, അവരെ കണ്ടുപിടുത്തങ്ങൾ, ചെറിയ ചെറിയ പൊടിക്കൈകൾ, അതൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്നുള്ളതാണ് ഉദ്ദേശത്തിലാണ് ഈ ചാനൽ പോകുന്നത്. തീർച്ചയായിട്ടും അതൊക്കെ വഴിയെ പറഞ്ഞു വരാം. എങ്ങനെ കുറേ കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പോൾ 1, 2, 3 എപ്പിസോഡുകളായിട്ട് തന്നെ ഇത് പറയാനായിരിക്കുന്നത്. നമ്മൾ ട്രെയിനിങ് കഴിഞ്ഞ് വന്ന അതിന് ശേഷം ഇതിങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഒരു മഷ്റൂം ഫാമർ നടത്തുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം യൂട്യൂബ് ചാനലും ഈ പറഞ്ഞ ഓൺലൈൻ ആക്ടിവിറ്റികളും കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. 2000 ഈ പറഞ്ഞ പോലെ 19 ശേഷം നമ്മൾ സജീവമായിട്ട് ചെയ്യുമ്പോഴും വിത്തുൽപാദനം ഈ പറഞ്ഞ പോലെ ഉണ്ടായിരുന്നില്ല. 2022 വിത്തുൽപാദനം തുടങ്ങിയത്. അപ്പോൾ ഒരു വിത്തിൻ്റെ ഉൽപാദനവും മഷ്റൂം ഉൽപാദനവും അതിനെ മാർക്കറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊമേഴ്ഷ്യലി ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം തന്നെയാണ് മറ്റുള്ള ആക്ടിവിറ്റികളിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിൻ്റെ അകത്തുനിന്നും മാറി നിന്ന് കഴിഞ്ഞാൽ കാര്യമില്ല. ഈ കൂൺ കൃഷിയുമായിട്ട് പോകുന്ന കുറേ കർഷകർ, ഇപ്പം പുതിയതായിട്ട് വരുന്ന കർഷകരൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അനവധി ചൂഷണങ്ങൾക്കും വിധേയമാകുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു സൊല്യൂഷൻ നമ്മളാലാവുന്ന കാര്യങ്ങൾ, ഇതൊന്നും വലിയൊരു കൂൺ കൃഷി എന്ന് പറയുന്നത് പറഞ്ഞു ഒരു റോക്കറ്റ് സയൻസ് ആക്കി വെച്ചിരിക്കുന്ന കാലമാണിത്. അങ്ങനെയൊന്നുമല്ല. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫാം കെട്ടുന്നതിനായിക്കോട്ടെ, വിത്ത് ഉൽപാദനം ആയിക്കോട്ടെ, മറ്റുള്ള കൂണ് കൃഷി തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കുന്നതായിക്കോട്ടെ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, എന്നാൽ ഒരു ശ്രദ്ധ മാത്രം മതി എന്നുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ അന്ന് ട്രെയിൻ കഴിഞ്ഞ സോളാൻ ട്രെയിനേഴ്സ് കേരളത്തിൽ സജീവമായിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഒരു ലാഭേച്ഛയും ഇല്ലാതെ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ ആ കാര്യങ്ങൾ ഇനി അങ്ങോട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നത്. അങ്ങനെയുള്ള കൃഷിക്കാരുടെ അറിവുകളും അവരുടെ ചെറിയ ചെറിയ ഈ പറഞ്ഞ നുറുങ്ങ് കാര്യങ്ങൾ, വളരെ ചെറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ തന്നെ വിചാരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഈ ചാനൽ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരിക. ഇപ്പോൾ ഉള്ള ഡയറക്ടർ ഡോക്ടർ VP ശർമ്മ സാറാണ്. പുള്ളി നല്ലൊരു മനുഷ്യനാണ്. നമ്മളൊരു ട്രിവാൻഡ്രത്ത് ഒരു മീറ്റിംഗ് ഇപ്പോൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെ നിന്ന് കണ്ടിരുന്നു. അപ്പോൾ കേരളത്തിൽ അദ്ദേഹം നമ്മളോട് ആ സമയത്ത് പറഞ്ഞത്, ഇപ്പം അന്ന് നമ്മൾ 2 വർഷം മുന്നാണ് ട്രെയിനിങ് കഴിഞ്ഞത്. ആ സമയത്ത് ഇപ്പം കഴിഞ്ഞിട്ട് അതിന് ശേഷം കേരളത്തിൽ കുറച്ച് നല്ല രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കൂടുതൽ ആൾക്കാർ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നത് ഓയിസ്റ്ററാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം എന്ന് പറയുന്നത് ബട്ടൺ മഷ്റൂമാണ്. കേരളത്തിൽ വരുമ്പോൾ അത് ഓയിസ്റ്ററിലേക്കാണ് വരുന്നത്. അപ്പോൾ എന്നിരുന്നാലും ഇതിൻ്റെ ഒരു ഉപഭോഗം മറ്റുള്ള ഒക്കെ മാറിയിട്ട് ആൾക്കാർ നല്ല രീതിയിൽ അതിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് പുള്ളിയും പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഷെഡ് കെട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ള നിരവധി ആൾക്കാരുടെ ഇങ്ങനെ സമീപിച്ചിട്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് ഇങ്ങനെ പറഞ്ഞ് ലക്ഷങ്ങൾ മുടക്കി അത് നഷ്ടത്തിലായി കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കൂൺ കൃഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വരുമാനമുള്ള ആൾക്കാർ, ലക്ഷത്തിന് കോടികളുടെ കണക്ക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ നഷ്ടങ്ങളുടെ കണക്ക് നിങ്ങൾ ഇതുവരെ എവിടെയെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കൂൺ കൃഷിയിൽ നഷ്ടങ്ങൾ വന്ന നിരവധി കർഷകരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ അനുഭവങ്ങളും
ഈ പറയുന്ന മേഖലയിലുള്ള ചൂഷണങ്ങൾക്കും ഒരു പരിധിവരെ നിങ്ങളോട് പറയാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ ചാനൽ. തീർച്ചയായിട്ടും നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഈ പോയ സോളാൻ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ട് ഒരു കാര്യങ്ങൾ ഇങ്ങനെ ഇപ്പം കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, റണ്ണിങ്ങിലുള്ള കർഷകരായിക്കോട്ടെ, അവർക്കൊക്കെ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതിന് വലിയ ഒന്നും ഒരു ലാഭേച്ഛ പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല. കേരളത്തിൽ നിന്ന് ഫാമിൽ കൊണ്ടുവന്നിട്ട് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ. അത് കേരളത്തിൽ ആരും അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, എൻ്റെ അറിവിലില്ല. ഫാമിൽ കൊണ്ടുവന്നിട്ടൊന്നും, ഫാമിലൊന്നും ആരും അങ്ങോട്ട് കയറ്റുക പോലും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ട്രെയിനിങ് വേണം, അത് എനിക്കൊന്ന് പ്രാക്ടിക്കലി ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാം. നമ്മളെ വെബ്സൈറ്റ് ഉണ്ട്, ടി വില്ലേജ് ഫാം എന്ന് പറഞ്ഞിട്ട്, അവിടെ കോൺടാക്ട് ചെയ്യാൻ നമ്പറുണ്ട്. അല്ലെങ്കിൽ നമ്പർ ഞാൻ കൊടുക്കാം, ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്തുതരാം. വിത്ത് നല്ല ക്വാളിറ്റിയുള്ള വിത്തുകൾ സപ്ലൈ ചെയ്യാം, ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ പറയുന്ന മറ്റുള്ള നിങ്ങൾക്ക് ഈ മേഖലയിലുള്ള അറിവുകൾ പങ്കുവെക്കുന്നതിന് നമ്മൾ ഈ പറഞ്ഞ സോളാൻ ട്രെയിനേഴ്സ്, നമ്മൾ ഈ സോളാൻ എന്ന് കഴിഞ്ഞ ആൾക്കാർ അതിൽ നിങ്ങളോട് യാതൊരുവിധ പ്രതിഫലം വാങ്ങിയിട്ടോ ഒന്നും അല്ല ചെയ്യുന്നത്. നമ്മൾക്ക് ഗവൺമെൻറ് തലത്തിൽ കിട്ടിയ ഒരു കാര്യമാണ്, അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക. അതിൽ നമുക്ക് വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലല്ലോ. ആ ഒരു കാര്യം ചെയ്യാന്നുള്ള മാത്രമല്ല, ഈ മേഖലയിലുള്ള ചൂഷണങ്ങളെ നിങ്ങൾക്ക് അതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ആൾക്കാരെങ്കിലും മാറ്റി നിർത്താനുള്ള ഒരു സഹായം നമ്മളാവട്ടെ എന്ന് കരുതിയിട്ടാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നമ്മൾ പോയത് ഈ പറഞ്ഞത് 6 പേരാണ്. കണ്ണൂരിൽ നിന്ന് ചിത്രലേഖ എന്ന് പറയുന്ന ആളും അവരുടെ ഹസ്ബൻഡും അജയകുമാർ. ഈ മേഖലയിൽ തന്നെ എനിക്ക് തോന്നുന്നു 2008-2009 കാലഘട്ടത്തിലേ ഉള്ള ഒരു കർഷകരാണ് അവർ. നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. പിന്നെ ഞാനുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് കൊല്ലത്തുനിന്ന് ലാലു തോമസ് എന്ന് പറഞ്ഞ ഒരു കർഷകനുണ്ടായിരുന്നു. ലാലു എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഹൈലൈറ്റ് ആയിട്ടുള്ളത് മഷ്റൂം കോഫിയാണ്. കേരളത്തിൽ ഇതുവരെ ആരും ഒരു മഷ്റൂം കോഫി ഇറക്കിയില്ല. ഇപ്പോൾ 1-2 സ്ഥലങ്ങളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഫസ്റ്റിൽ ഇറക്കിയ ഒരാളാണ്. ലാബേ മഷ്റൂം എന്നാണ് പേര് അതിൻ്റെത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, കിട്ടാൻ നല്ല അതിൻ്റെ ഒരു പറയത്തക്ക അതിൻ്റെ ഗുണം എന്ന് പറയുന്നത് 70% മഷ്റൂം കണ്ടന്റ് ഉള്ള ഒരു കോഫിയാണ്. ഇന്ത്യയിൽ അങ്ങനെ ഒരു കോഫി ഇതിന് മുന്നേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത്രത്തോളം അത് വരുന്നില്ല. രണ്ടാമത് ഇറങ്ങിയത്. അപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ കൂടെ വന്ന 2 പേരെന്ന് പറയുന്നത് നിർമ്മൽ കുമാർ സാറാണ്. പുള്ളി ഒരു VHSC പ്രിൻസിപ്പാളായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ നല്ല സജീവമായിട്ട് നിൽക്കുന്നതാണ്. വൈഫ് കൃഷിയിൽ നിന്ന് തന്നെ വിരമിച്ച ഒരു ഉദ്യോഗസ്ഥയാണ് പുള്ളിയുടെ വൈഫ്. 2 പേരും നല്ല രീതിയിൽ പോകുന്ന ഒരു ഫാർമറാണ്. പുള്ളിയുടെ അറിവ് എന്ന് പറഞ്ഞാൽ ഈ മേഖലയിലുള്ള ശാസ്ത്രീയപരമായിട്ട് ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ആളാണ്. അതുപോലെ തന്നെ സുലൈമാൻ സാർ എന്ന് പറഞ്ഞ ഒരാളാണ് പിന്നെ ഉള്ളത് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. ഫോറസ്റ്റ് സുലൈമാൻ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. ഈ മേഖലയിൽ തന്നെ കൂൺകൃഷി എന്ന് മാത്രമല്ല മറ്റുള്ള കൃഷികളിലും പുള്ളി വ്യക്തിപരമായിട്ട് പരിചയപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവരുടെ എല്ലാം അറിവുകളും ആ മേഖലയിലുള്ള കോണ്ടാക്റ്റുകളും നിങ്ങൾക്ക് മാക്സിമം ഉപയോഗപ്പെടുത്തി തരാൻ നമ്മളാലാവുന്നത് ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അപ്പോൾ ഇനി ഈ ട്രെയിനിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് കിട്ടിയത് 8 ദിവസത്തെ ട്രെയിനിങ് ആണ് അവിടെ. 8 ദിവസത്തെ ട്രെയിനിങ്ങിൽ ഞാൻ പറഞ്ഞു 45ഓളം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളത് അവിടെ ഈ സ്ഥാപനം നിങ്ങൾ ഓൺലൈനിലൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂളുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. പോകാൻ പറ്റുന്നതാണെങ്കിൽ പോയിട്ട് ഒന്ന് പങ്കെടുക്കാം. നിങ്ങളെ ഭാഗ്യത്തിന് നല്ല ഫാർമേഴ്സ് അവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിനേക്കാൾ ഒരു ഉപകാരം കിട്ടുക, അങ്ങനെ ഒരു ഗുണം കൂടി അവിടെ കിട്ടും. നല്ല ഫാർമേഴ്സ് ഉണ്ടെങ്കിൽ അവരുടെ അറിവുകളും മറ്റും കിട്ടുക എന്ന് പറയുന്നത് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അപ്പോൾ ആ ഫാം സെറ്റ് ചെയ്യുമ്പോഴും കൃഷി ചെയ്യുമ്പോഴും ഒക്കെ അതിൻ്റെ ഒരു അറിവുകൾ കിട്ടും. ഏകദേശം ഈ ലോകത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തതിൽ 15 ലക്ഷത്തോളം ഫംഗസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. 15 ലക്ഷത്തോളം ഫംഗസുകൾ. അതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ 1,40,000-ഓളം കൂണ് തന്നെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കൂണ് അതിൻ്റെ ഒരു ഏകദേശ കണക്കുകളാണ്. അതിൽ 1,10,000 അത് റിപ്പോർട്ട് ചെയ്തിട്ട് തന്നെ ഉണ്ട്, കൂണായിട്ട് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഈ പറയുന്ന 1,00,000 ചില്ലാനം ഉള്ളതിൽ 3,000-ഓളം നമുക്ക് കഴിക്കാൻ പറ്റുന്ന കൂണുകളുണ്ട്. നമ്മൾ കേരളത്തിൽ ഒരു 3-4 വെറൈറ്റികൾ മാത്രമേ നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. നമ്മളെ മഴക്കാലത്ത് കാണുന്ന ഇടിക്കൂണ്, പല നാടുകളിലും പല പേരിലാണ് അത് പറയുന്നത്. ഉപ്പുകൂണ്, ഇടിക്കൂണ്, അങ്ങനെ ഒരു നിരവധി ഒരു 8-9 പേരുകൾ ഇങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ എടുക്കുകയാണെങ്കിൽ നിലമ്പളപ്പൻ എന്നൊക്കെ കാസർഗോഡ് ഭാഗത്ത് പറയുന്നതൊക്കെ അങ്ങനെയൊക്കെ ഉള്ള ഒരു പേരുകൾ അറിയപ്പെടുന്ന കൂണുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഉള്ളതൊന്ന് അരിക്കൂൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വെറൈറ്റി ഉണ്ട്. അങ്ങനെ 1-2 വെറൈറ്റി മാത്രമേ നമ്മളെ കേരളത്തിൽ ഇതുവരെ ആൾക്കാർ വിശ്വസിച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്നുള്ളൂ. അല്ലാത്തതും ഇഷ്ടംപോലെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. 3,000-ഓളം കഴിക്കാൻ പറ്റുന്നുണ്ട്.
അതുപോലെ തന്നെ കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്നത് 200ഓളം വെറൈറ്റികളുണ്ട്. 200ഓളം. അതിൽ കൊമേഴ്ഷ്യലി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നത് ഏകദേശം 6ആണ്. അതിൽ ബട്ടൺ മഷ്റൂം ഉണ്ട്, ഓയിസ്റ്റർ ഉണ്ട്, മിൽക്കി വരുന്നുണ്ട്, ഷിറ്റാക്കെ വരുന്നുണ്ട്, പാഡി സ്ട്രോ മഷ്റൂം എന്ന് പറയും, വൈക്കോൽ കൂൺ എന്ന് പറഞ്ഞിട്ട്. ഈ വൈക്കോൽ കൂണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്ര നിങ്ങളൊന്ന് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്താൽ മതി, ഇത് കാണുന്നവർ വൈക്കോൽ കൂൺ, പാഡി സ്ട്രോ മഷ്റൂം. നമ്മളെ നാടൻ കൂണിൻ്റെ നല്ല ടേസ്റ്റുള്ള, ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും നല്ല ടേസ്റ്റ് ഫീൽ ചെയ്ത ഒരു കൂണാണ് ഈ പാഡി സ്ട്രോ മഷ്റൂം. അതും പക്ഷെ അതിന് കുറച്ച് പ്രയാസമുണ്ട് ഉണ്ടാക്കിയെടുക്കാൻ സിമ്പിളാണ്, പക്ഷെ അതിനെ മാർക്കറ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം അതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ സമയമുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇനി മെഡിസിനൽ ആയിട്ടുള്ളതും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് വരുന്നതിന് പിന്നെ ആ കാര്യങ്ങൾ പറയുന്നതിലേക്ക് പറഞ്ഞ് അങ്ങനെ നമ്മൾ ഇതിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1980 മുതൽ ഒരു 2009-10 കാലയളവ് വരെയുള്ള സമയം എടുത്ത് നോക്കുകയാണെങ്കിൽ 80% ഉൽപ്പാദനം എന്ന് പറയുന്നത് ബട്ടൺ മഷ്റൂം മാത്രമായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ മലയാളീസൊക്കെ ഇത് കഴിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വളരെ കുറവാണ്. പുറം രാജ്യങ്ങളിലും മറ്റും പോയിരിക്കുന്ന മലയാളികൾ കഴിക്കുന്നുണ്ട് എന്നല്ലാതെ അത് കഴിക്കുന്ന ഒരു കൾച്ചർ നമുക്ക് ഇല്ല. എന്നാൽ 2010 ശേഷം, ഒരു 2008-10 കാലയളവിന് ശേഷം അത് ഇപ്പോൾ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ 2025 നിൽക്കുന്ന സമയത്ത് അതിൻ്റെ അകത്ത് വളരെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കേരള സർക്കാരൊക്കെ പുതിയ പദ്ധതികളും മറ്റും, കൂൺ ഗ്രാമ പദ്ധതിയും മറ്റുമൊക്കെ വന്നതുകൊണ്ടും അല്ലാതെയും ഇപ്പോൾ ഈ ആഫ്റ്റർ കൊറോണ നേരത്തെ പറഞ്ഞു പോയി, ഒരുപാട് മാറ്റങ്ങൾ ഈ മേഖലയിൽ വന്നിട്ടുണ്ട്. പുതിയ കൃഷിക്കാരും ഇത് കഴിക്കുന്ന ആൾക്കാരുടെ എണ്ണം ഒക്കെ കൂടിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നല്ലൊരു ചാൻസ് ഉള്ളതാണ്. പക്ഷെ ഇത് ലക്ഷങ്ങൾ വരുമാനം എന്ന് കേട്ടിട്ട് നിങ്ങൾ അതിൻ്റെ പിറകിലേക്ക് ആരും അങ്ങനെ വിചാരിച്ചിട്ട് ഇതിലേക്ക് വരരുത്. വളരെയേറെ ക്ഷമയോടുകൂടി ഇതിനെ സമീപിച്ച് ചെയ്തെടുക്കേണ്ട ഒരു കൃഷിയാണ് ഈ പറയുന്ന കൂൺ കൃഷി എന്ന് പറയുന്നത്. ഭയങ്കര ഒരു റോക്കറ്റ് സയൻസ് ആയിട്ടൊന്നും ഇതിനെ കാണണ്ട. പക്ഷേ നമ്മുടെ വേണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, ഒരു അസുഖബാധിതനായ ചെറിയൊരു കുട്ടിയെ എങ്ങനെ നമ്മൾ പരിചരിച്ച് കൊണ്ടുപോകുമോ ആ രീതിയിൽ വളരെ ക്ഷമയോടുകൂടി, വളരെ അതിനെ നോക്കിയും കണ്ടും അളന്നും ചെയ്തെടുക്കേണ്ട ഒരു രീതിയാണ് മറ്റുള്ള കൃഷി രീതി പോലെയല്ല ഇത്. പിന്നെ മറ്റുള്ള കൃഷീൻ്റെ അകത്ത് നിന്ന് ഇതിനെ വ്യത്യസ്തമാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ഥലപരിമിതി വളരെ ചെറുതേ വേണ്ടു. നല്ലൊരു പ്രൊഡക്ഷനും വളരെ ചെറിയൊരു സ്ഥലത്ത് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ മറ്റുള്ള കൃഷീനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഉള്ള കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. അതായത് ഇപ്പോൾ കാലാവസ്ഥാ വ്യതിയാനം മറ്റുള്ള ഏത് കൃഷിയിലും കാലാവസ്ഥ ശരിക്കും ബാധിക്കുന്ന ഒന്നാണ്. പക്ഷെ കൂൺ കൃഷിനെ അങ്ങനെ അത് ബാധിക്കില്ല. കാരണം നമ്മളിത് ഇൻഡോർ ഫാമിംഗ് രീതിയാണ് ചെയ്യുന്നത്. അതിനെ ചെയ്തെടുക്കാം. ഒരു ഹൈടെക് ഒരു ഫാം, ഒരു സെമി ഹൈടെക് ഫാം, ഹൈടെക് എന്ന് പറയുന്നില്ല, ഒരു സെമി ഹൈടെക് ഫാം സെറ്റ് ചെയ്താൽ പോലും വർഷം 365 ദിവസം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ വിലസ്ഥിരത, കൂണിന് അതിൻ്റെ വില ഒരിക്കലും കുറയലോ മറ്റുള്ള ഇതിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ കൂടുകയോ കുറയോ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും ഇതിനില്ല. ഒരു ബെനിഫിറ്റാണ് ഇതിൻ്റെ ഈ ഒരു പറഞ്ഞ. പിന്നെ മറ്റുള്ള ജന്തുജന്യ ശല്യങ്ങൾ, അതൊരു ഏത് കൃഷിക്കും കുരങ്ങ്, പന്നി ശല്യം പോലെയുള്ളതുണ്ടെങ്കിലും കൂൺ കൃഷിക്ക് അങ്ങനെ ഒരു മറ്റുള്ള ശല്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അനുകൂലമായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഷെൽഫ് ലൈഫിൻ്റെ ഒരു പ്രശ്നമാണ് ഇതിന് നമ്മൾ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയാൻ പറ്റുന്നതുണ്ടാവും ഒരു പക്ഷേ ഇതിൻ്റെ. കാരണം പെട്ടെന്ന് മാർക്കറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിലൊരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. എന്നിരുന്നാലും ഞാൻ പറയാം, ഇപ്പം പാല് അതുപോലെ മറ്റുള്ള മുട്ട എല്ലാം എടുക്കുകയാണെങ്കിൽ ഇതും പെട്ടെന്ന് സെയിലാകേണ്ട സാധനങ്ങളൊക്കെ തന്നെയല്ലേ. അപ്പം അതുപോലെ ഇതും ആ രീതിയിൽ നമ്മൾ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. നമുക്കൊരു 50 കിലോ ഒക്കെ സിമ്പിളായിട്ട് മഷ്റൂം ചെയ്തെടുക്കാം. പക്ഷേ അത് വിൽപ്പന വളരെ പ്രയാസമാണ്. അപ്പോൾ തുടക്കത്തിൽ ആൾക്കാരോട് നമുക്ക് പറഞ്ഞു തരുന്നത്, നമ്മൾ നിരന്തരം പറയുന്നതും, നിങ്ങൾ ഒരു വർഷമെങ്കിലും വെറും 3-5 കിലോ മാത്രം പ്രൊഡക്ഷൻ ചെയ്തിട്ട് പറ്റുവാണെങ്കിൽ 1 കിലോ 2 കിലോ 3 കിലോ 5 കിലോ എത്തിച്ചിട്ട് അതിൻ്റെ അകത്തുനിന്ന് പയ്യെ പിക്കപ്പ് ചെയ്ത് വരിക എന്നല്ലാതെ ആദ്യം തന്നെ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ യൂട്യൂബിൽ കാണുന്ന പോലെ ലക്ഷങ്ങളുടെ വരുമാനത്തിൻ്റെ മാത്രമല്ല, ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടാക്കിയ കഥകളും അതാരും പറയാൻ മടിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കാണാത്ത. അങ്ങനെ കുറേ ആൾക്കാർക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പറ്റാതെ നല്ല രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ മാർക്കറ്റ് നമ്മളെ ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളായിട്ട് കണ്ട് പ്രൊഡക്ഷനും അതുപോലെ തന്നെ അറ്റ് ദ സെയിം ടൈം ഇതും ഒരു മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ ചെയ്യണമെന്ന് കണ്ടിട്ട് ചെയ്യുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ്. അപ്പോൾ നമ്മൾ അവിടെ കണ്ട കാഴ്ചകളും മറ്റും ഒന്ന് കണ്ടതിന് ശേഷം നമുക്ക് ഇങ്ങോട്ടേക്ക് മറ്റുള്ള കാര്യങ്ങൾ വരാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. ഇവിടെ എത്തിയ സമയത്ത് വളരെ തണുപ്പുള്ള ഒരു സമയത്താണ് നമ്മളിവിടെ എത്തിയത്. നല്ല അന്തരീക്ഷമാണ്, നല്ല പറയത്തക്ക രീതിയിലുള്ള
ബുദ്ധിമുട്ടുകളും മറ്റും യാത്രയിലുള്ള ഒരു ബുദ്ധിമുട്ടുകളും മറ്റൊന്നുമില്ല. നമ്മൾ 6 പേരും നല്ല രീതിയിൽ തന്നെ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ വീഡിയോ പിടിക്കുന്നതിനും മറ്റും നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. എങ്കിലും കണ്ട കാര്യങ്ങളും മറ്റും മാക്സിമം ഉപയോഗപ്പെടുത്തി ഇവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് വിചാരിക്കുന്നു. 8 ദിവസത്തെ ട്രെയിനിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. തമിഴ്നാട്ടുണ്ടായിരുന്നു, കന്നഡ ഉണ്ടായിരുന്നു, ആന്ധ്ര ഉണ്ടായിരുന്നു, മഹാരാഷ്ട്ര ഒക്കെ ഉണ്ടായിരുന്നു. ഒറീസ, കൊൽക്കത്ത നടക്കം ഉണ്ടായിരുന്നു. ഇവിടെ കാശ്മീരിൽ നിന്ന് ആൾക്കാരുണ്ടായിരുന്നു ഒക്കെ. പക്ഷേ നമ്മൾ വന്നതിൽ നമ്മൾ ഇങ്ങോട്ട് സൗത്ത് സൈഡിലുള്ള ആൾക്കാർ ഒഴിച്ച് ബാക്കിയെല്ലാ ആൾക്കാരും ബട്ടൺ മഷ്റൂം ചെയ്യുന്ന ഫാർമേഴ്സ് ആയിരുന്നു നമുക്ക് കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ കുറേ അറിവുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്, അവർ ചെയ്യുന്ന രീതികളും മറ്റും. എൻ്റെ പേര് നിർമ്മൽ കുമാർ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പാപ്പനംകോടാണ് താമസിക്കുന്നത്. ഞാനൊരു 15 വർഷമായി കൂൺ കൃഷി ചെയ്യുകയും പഠിപ്പിക്കുകയും ചെയ്യുകയാണ്. ഞാൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊല്ലം ജില്ലയിലെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 27 വർഷം സർവീസ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ മാർച്ച് റിട്ടയർ ചെയ്യുകയുണ്ടായി. ഈ മേഖലയിൽ കൂടുതൽ കുട്ടികളെ പരിശീലിപ്പിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇവിടെ ട്രെയിനിങ്ങിന് പങ്കെടുക്കുകയാണ്. ആ ട്രെയിനിങ്ങിൽ നമുക്ക് ധാരാളം ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ആ ഇൻഫർമേഷന് നമ്മൾ പഠിച്ച് മറ്റ് കേരളത്തിലെ കൂൺ കർഷകരുടെ ഇടയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരു ഗ്രൂപ്പായ ഒരു ശ്രമം നടത്തുന്നതാണ്. എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് ലാലു തോമസ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്ന് വരികയാണ്. ഞാൻ 5 വർഷത്തോളം 5 വർഷം കൊണ്ട് ഞാൻ മഷ്റൂം കൃഷി ചെയ്യുന്നുണ്ട്. പ്രവാസിയായിരുന്നു. അതിന് ശേഷം നാട്ടിലേക്ക് വന്ന് ഞാൻ മഷ്റൂം ഫാമിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നം വന്ന് അങ്ങനെ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പുതിയൊരു വാല്യൂ ആഡ് പ്രോഡക്റ്റ് എന്ന രീതിയിലേക്ക് വന്നത്. അതായത് കേരളത്തിൽ ആദ്യത്തെ ഒരു മഷ്റൂം ബേസ് ചെയ്ത പ്രോഡക്റ്റായ മഷ്റൂം കോഫി പൗഡർ നമ്മളങ്ങനെ ഡെവലപ്പ് ചെയ്തെടുത്തത് കാർഷിക വിജ്ഞാന കേന്ദ്രത്തിൻ്റെ സഹായത്തോടെ, കൃഷി വകുപ്പിൻ്റെ സഹായത്തോടെയൊക്കെയാണ് നമ്മൾ ഇത് കാര്യങ്ങൾ ചെയ്തു വന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വൈഗയിൽ മിനിസ്റ്ററുമായിട്ട് കാണുവാനും നമ്മുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാനും വളരെ വലിയൊരു അവസരം നമുക്ക് അവിടെ കിട്ടി. അപ്പോൾ മിനിസ്റ്ററോടടുത്ത് ഇങ്ങനെ ഈ മഷ്റൂമിനെ കുറിച്ച് കൂടുതൽ പഠിക്കുവാനും അതുപോലെ തന്നെ ഇതിൻ്റെ വാല്യൂ ആഡ് പ്രോഡക്റ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും ഒരു അവസരം നമുക്ക് ക്രമീകരിച്ചു തരണമെന്നൊരാവശ്യം ഉന്നയിച്ചിരുന്നു. തീർച്ചയായിട്ടും കുറേ ദിവസങ്ങൾക്ക് ശേഷം കേരളത്തിൽ നിന്നും ഞങ്ങൾ 6ഓളം പേരെ സോളൻ എന്ന് പറയുന്നത് മഷ്റൂമിനെ കുറിച്ച് റിസർച്ച് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. അവിടേക്ക് വരുവാൻ വേണ്ടി ഞങ്ങൾക്ക് വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്ത് തന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ വിചാരിച്ചതിനപ്പുറമായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഓരോ മഷ്റൂമിനെ കുറിച്ചും ഡീപ്പായിട്ട് പഠിക്കുവാനും അതിൻ്റെ വെറൈറ്റി, അതിൻ്റെ കൃഷി രീതികൾ എല്ലാം മനസ്സിലാക്കുവാനും വളരെ വലിയ ഒരു അവസരമായിരുന്നു 4 ദിവസത്തോളമുള്ള ഈ ട്രെയിനിങ്. മഷ്റൂം ഫാർമേഴ്സ് എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവർക്കും ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇങ്ങനെ ഈ ഒരു അവസരം നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരുക്കി തന്നത് വളരെ നല്ലതാണ്. ഞങ്ങളിവിടുന്ന് പഠിച്ചെടുത്ത ഓരോ കാര്യങ്ങളും നമ്മുടെ കേരളത്തിലെ ഫാർമേഴ്സിന് വേണ്ടി, അവർ ഡെവലപ്പിങ്ങിന് വേണ്ടി തീർച്ചയായിട്ടും ഞങ്ങളുടെ അറിവുകൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ്. നല്ല ഒരു വാല്യൂ ആഡ് പ്രോഡക്റ്റിനെ കുറിച്ചൊക്കെ ഡീപ്പായിട്ട് നമുക്കിവിടെ പഠിക്കാനുള്ള അവസരങ്ങളാണ് തുറന്ന് കിട്ടിയിരിക്കുന്നത്. എൻ്റെ പേര് ചിത്രലേഖ, ഇത് ഭർത്താവ് അജയകുമാർ. ഞങ്ങൾ 2009 മുതൽ കൂൺ കൃഷി ചെയ്ത് തുടങ്ങിയതാണ്. 2 വർഷത്തിന് കൂൺ കൃഷി തുടങ്ങി 2 വർഷത്തിന് ശേഷം കൃഷിഭവൻ മുഖാന്തരം ട്രെയിനിങ്ങും കൊടുക്കുന്നുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഒരുവിധം എല്ലാ കൃഷിഭവനിലും ട്രെയിനിങ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം മുതലാണ് നമ്മൾ സ്പോൺ പ്രൊഡക്ഷൻ യൂണിറ്റും തുടങ്ങി. അപ്പോൾ നല്ല രീതിയിലുള്ള വിത്ത് ഉൽപ്പാദനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി. ഇവിടെയുള്ള ഷിറ്റാക്കെ മഷ്റൂം, അതുപോലെ ലയൺ മെൻസ്, പാഡിസ്ട്രോ, അങ്ങനെയുള്ള വൈറ്റ് ബട്ടൺ മഷ്റൂം, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതൊക്കെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റിയും പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ വേണ്ടി പറ്റി. അതിൻ്റെ ഗുണങ്ങളെ പറ്റി കുറേ മനസ്സിലാക്കാൻ പറ്റി. ഇത് ഓരോന്നും കഴിച്ചു കഴിഞ്ഞാൽ അതായത് ക്യാൻസർ മാത്രമല്ല പൈൽസിന് കൂടിയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി.
അതുപോലെ തന്നെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഇതൊക്കെ നമുക്കിനി മറ്റുള്ളവർക്കും പകർന്നു കൊടുക്കാം. കൃഷി ചെയ്യുന്നവർക്ക് കുറച്ചുകൂടി വിപുലീകരിച്ച് ചെയ്യാനുള്ളൊരു അവസരവും കൂടി ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കിയത് മറ്റുള്ളവർക്കും കൂടി കൊടുക്കാമെന്നുള്ളൊരു നല്ലൊരു അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. അതായത് ഓയിസ്റ്റർ മഷ്റൂമാണ്. ഓയിസ്റ്റർ മഷ്റൂം കൂടുതലായിട്ട് മിൽക്കിയുമാണ്. നമ്മുടെ നാട്ടിൽ അതാണ് കൂടുതലായിട്ട് അനുയോജ്യമായിട്ട് തോന്നുന്നത്. ഇനിയിപ്പം വേറെയും ട്രൈ ചെയ്യണമെന്നുണ്ട് ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷമുള്ളത്, കുറച്ച് മനസ്സിലാക്കിയതിന് ശേഷം. നമസ്കാരം, ഞാൻ സുലൈമാൻ, തിരുവനന്തപുരത്തു നിന്നാണ്. നമ്മളിവിടെ 6 പേരാണ് ഇവിടെ ട്രെയിനിങ്ങിന് ആയിട്ട് സൊളാനിൽ എത്തിയ ദിവസം വളരെ കടുത്ത മഴയും അതുപോലെ വളരെ കാഠിന്യമായിട്ടുള്ള തണുപ്പുമാണ് അനുഭവപ്പെട്ടത്. എന്നാൽ രണ്ടാമത്തെ ദിവസങ്ങളിൽ വളരെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. വളരെ നല്ല രീതിയിലാണ് ഇവിടെ ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നടക്കുന്നത്. നമ്മൾ പലപ്പോഴും നമ്മളവിടെ കൃഷി ചെയ്യുന്നതിനുപരി പല കാര്യങ്ങളും നമ്മൾ പഠിക്കാനും അതുപോലെ ഒരുപാട് സ്റ്റേറ്റിലെ ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം പരസ്പരം പരിചയപ്പെടാനും അവിടുത്തെ മാർക്കറ്റ് റേറ്റും കാര്യങ്ങളും അറിയാനും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നമുക്ക് കുറച്ചുകൂടി നല്ല റേറ്റും കാര്യങ്ങളും ഒക്കെയാണ് കിട്ടുന്നത്. നമ്മൾ സാധാരണ ഓയിസ്റ്റർ മഷ്റൂം അതുപോലെ മിൽക്കി മഷ്റൂം മാത്രമാണ് തിരുവനന്തപുരത്തും അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഭാഗങ്ങളിലുമൊക്കെ കൃഷി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ധാരാളം മറ്റ് മഷ്റൂമുമൊക്കെ കൃഷി ചെയ്യാനുള്ള വിവരണങ്ങളും കാര്യങ്ങളുമൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ട് പഠിക്കാൻ കഴിഞ്ഞു. അത് പക്ഷേ എല്ലാം നമുക്ക് പ്രായോഗികം അല്ലെങ്കിലും പല കാര്യങ്ങളും സിസ്റ്റമാറ്റിക്കായിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ ഓരോ കർഷകരും കഴിയുമെങ്കിൽ ഇവിടെ വന്ന് ഒരു ദിവസത്തെങ്കിലും ക്ലാസ്സിൽ പങ്കെടുക്കാമെങ്കിൽ വളരെ ഫലപ്രദമായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. ബെസ്റ്റ് ഫുഡ് നമുക്ക് തന്ന ആളാണ് ഇത്. ദേവീന്ദറിൻ്റെ കഫ്റ്റീരിയാണ് ഇത്. ഇവിടെ നല്ല അടിപൊളി ഫുഡായിരുന്നു അല്ലേ? ബെസ്റ്റ് ഫുഡല്ല, ഫുഡ് അടിപൊളിയായിരുന്നു, നല്ല എല്ലാം ഇതായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് കാര്യങ്ങൾ നമ്മളെ ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയാനുള്ളത്. ICAR-DMR സോളാനെ കുറിച്ച് പറയാനുള്ളത്. കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് ഈ പറഞ്ഞ പോലെ വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു പ്രയാസങ്ങൾ കൊണ്ട് പറയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ ഈ പറഞ്ഞ ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമ്മളാലാവുന്ന സഹായങ്ങൾ, നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നല്ലൊരു സഹായമാണ് കിട്ടിയത്. അതേപടി നിങ്ങൾക്കും ഷെയർ ചെയ്യുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ലാഭേച്ഛയൊന്നും ഇല്ലാതെ, ഒന്നും സാമ്പത്തികമായിട്ടുള്ള ഒരു ഉദ്ദേശം ഇല്ലാതെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സോളാൻ ട്രെയിനേഴ്സ് എന്ന് പറയുന്ന എല്ലാ ആൾക്കാർക്കും, ഒരുപാട് ആൾക്കാർക്ക് ഉപകാരമാകുന്ന തരത്തിലുള്ള പല ആക്ടിവിറ്റികളും ചെയ്തു പോകുന്നുണ്ട്. അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം തീർച്ചയായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന നമ്മളാൽ ആവുന്ന സഹായങ്ങൾ, എന്തെങ്കിലും ആവുന്ന സഹായങ്ങൾ, വിത്തായിക്കോട്ടെ മറ്റുള്ള ആയിക്കോട്ടെ ചെയ്തു തരിക. ഷെഡ് കെട്ടാനോ മറ്റുള്ള നിങ്ങൾ മൂന്നാമതൊരു പാർട്ടീനെ കണ്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ സ്വയം ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമല്ല, നിങ്ങൾക്ക് തന്നെ ചെയ്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് തന്നെ ഈ പറഞ്ഞ പോലെ 5 ലക്ഷം 8 ലക്ഷത്തിനൊന്നും വേണ്ട, ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള സഹായങ്ങൾ നമ്മളാലാവുന്ന പറഞ്ഞുതരാം തീർച്ചയായിട്ടും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും